കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 52 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 2 വായനകളും ക്രിസ്തുവിലായിരിക്കുന്നവന് ഒരു പുതിയ ജീവനുണ്ട് എന്നുള്ള സന്ദേശമാണ്. ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, സാവൂള് സഭയെ പീഡിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ ഒരു മിന്നലൊളി, സ്വർഗത്തിൻ്റെ ഒരു സ്നേഹം ഒരു അനുഭവമായി മാറിക്കഴിഞ്ഞപ്പോൾ സാവൂള് പൗലോസായി രൂപാന്തരപ്പെട്ടു. ഈശോയെ പ്രഘോഷിക്കുന്നതിൽ ഏറ്റവും തീക്ഷ്ണമതിയായ മിഷണറിയായി, അപ്പസ്തോലനായി പൗലോസ്ലീഹ ഉയർത്തപ്പെട്ടു. ഈശോയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുടെ കൃപയിലേക്ക് പൗലോസ്ലീഹയുടെ ജീവിതം ഉയർത്തപ്പെടുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും മാനുഷികമായ ഒരു ചിന്ത കൊണ്ടു നടക്കുന്നത് ചിലരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് നോക്കിയിട്ട് നാളെയിലും അവരങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ചിലപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒരുപക്ഷെ അത്ര കണ്ട് കുലീനമല്ലാത്ത, നല്ലതല്ലാത്ത ഒരു ഭൂതകാലത്തിൻ്റെ ഉടമകളായിരിക്കുന്നവരെ, അങ്ങനെ ആയി കടന്നുപോയവരെ, ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കൊണ്ടും സാധ്യതകൾ കൊണ്ടും ഇന്നലകളിൽ അത്ര സുന്ദരമല്ലാത്തൊരു ഭൂതകാലം പേറി ജീവിക്കുന്നവരെ നമ്മൾ കാണുമ്പോൾ അതേ കണ്ണുകളിലൂടെ തന്നെ കാണാനുള്ള ഒരു മാനുഷിക പ്രവണത നമുക്കുണ്ട്. പക്ഷേ കർത്താവിൻ്റെ സ്വഭാവം അതല്ല. ദൈവത്തിൻ്റെ കണ്ണുകൾ അങ്ങനെയല്ല. ഇന്നലകളിൽ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് അത്ര കണ്ട് സുന്ദരമല്ലാത്തൊരു ഭൂതകാലത്തിൻ്റെ ഉടമയായിരുന്ന സാവൂളിനെ കർത്താവ് തൻ്റെ സ്നേഹം കൊണ്ട് പുതിയ മനുഷ്യനാക്കി മാറ്റി. സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തക്ക വിധത്തിൽ അത്ര കണ്ട് ശക്തമായ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കരുത്തെടുക്കുന്ന ഒരു പുതിയ ജീവന്റെ ഉടമയാക്കി പൗലോസിനെ, അല്ലെങ്കിൽ സാവൂളിനെ പൗലോസാക്കി മാറ്റി. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ വരുന്നവരൊക്കെ ഒരു പുതിയ ജീവന്റെ, ഒരു പുത്തൻ ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ജീവൻ എന്താണെന്നാണ് സുവിശേഷത്തിൽ ഈശോ പറയുക. എന്താണ്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ആ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനോട് പൂർണ്ണമായി ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് നിത്യജീവനുണ്ട്. പൗലോസ്ലീഹ റോമാ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല, അവന് നിത്യജീവനുണ്ട്. അത് തന്നെയാണ് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിനക്ക് നിത്യജീവനുണ്ട്, നീ നിത്യമായി ജീവിക്കും.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്നും നിത്യമായുള്ളൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന ഒരാത്മാവിന് ഈ ലോകത്ത് സ്വർഗം വാഗ്ദാനമായി നൽകിയിരിക്കുന്ന ജീവൻ. ഇതൊരു വലിയൊരു വാഗ്ദാനം മാത്രമല്ല, മറിച്ച് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അന്തസ്സത്തെയും ലക്ഷ്യവും ജീവിതത്തിന്റെ നിരന്തരമായ ഒരു ആഗ്രഹവുമായിട്ട് മാറണം എന്നുള്ളത് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം എന്താ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ പരമോന്നതമായ ദൗത്യവും ലക്ഷ്യവും. അത് സാധ്യമാകുന്നപ്പോഴാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ തന്റെ ശരീരം, ഈശോ തന്റെ രക്തം നമുക്ക് പങ്കുവെച്ച് തരുമ്പോൾ ആ ശരീരം വിശുദ്ധമായ ശരീരത്തോടുകൂടി, വിശുദ്ധമായ ആലോചനകളോടുകൂടി, വിശുദ്ധമായ ചിന്തയോടുകൂടി യേശുവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭൂതകാലം എത്ര കണ്ട് പാപത്തിന്റെ സ്വാധീനത്തിലും അശുദ്ധിയുടെ ഇന്നലകളുമാകട്ടെ ആ ശരീരം ഭക്ഷിക്കുകയും ആ രക്തം വിശുദ്ധിയോടുകൂടി പാനം ചെയ്യുകയും ചെയ്യുന്നവൻ വിശുദ്ധനായിട്ട് മാറും. അവൻ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കും. അവന് പുതിയ ജീവനുണ്ട് എന്നാണ് സുവിശേഷം പറയുന്നത്. ക്രിസ്തുവിലായിരിക്കുന്നവരാണ് പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള വിളി ഓരോ ക്രിസ്ത്യാനികളും ലഭിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ വിളിയാണ്. അത് സാധ്യമാകുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യാത്മാവിന് ഈശോയോട് പൂർണ്ണമായും ഐക്യപ്പെടാനുള്ള സാധ്യത സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. അവന്റെ ശരീരത്തോടും അവന്റെ രക്തത്തോടും നമ്മൾ ഐക്യപ്പെടുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്നും നിത്യമായ ജീവിതത്തിലേക്ക് സ്വർഗം നമ്മളെ കൈപിടിച്ചുയർത്തുന്ന നിത്യജീവന്റെ അപ്പമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഒരുവൻ തൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരുവൻ എന്നും നിലനിൽക്കുന്ന നിത്യജീവിതത്തിന് വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദാഹം ആത്മാർത്ഥതയോടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, അവൻ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിൻ്റെ രക്തം പാനം ചെയ്യുകയും അങ്ങനെ നിരന്തരമായി യേശുവിനോട് ഐക്യപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിത്യജീവിതം സ്വപ്നം കണ്ടും നിത്യജീവിതത്തിൻ്റെ അവകാശികളായും ജീവിക്കാനുള്ള ക്ഷണം ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗം നമുക്ക് തരുന്നുണ്ട്. ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുകയും യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.